സദ്യയൊക്കെ കൊടുത്ത് അവനെ ഇവിടെ കുറ്റി അടുപ്പിക്കാനാണോ ഭാവം? ദൈവദോഷം പറയാതരാ. അമ്മ അവനോട് സംസാരിച്ചു, എന്താ അവന്റെ പരിപാടി? നിന്നോട് പറഞ്ഞു എന്തെങ്കിലും ജോലി ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു. പിന്നെ ഞാനിവിടുത്തെ കളക്ടറല്ലേ പറഞ്ഞു ഉടനെ ജോലി ശരിയാക്കി കൊടുക്കാൻ. അവനോട് നാട് പോകാൻ പറ. അവനവിടെ ആരാടാ ഉള്ളത്? അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം ചേച്ചിയുടെ ഭർത്താവിന്റെ ഭരണം അവിടെ. ജോലി ഇല്ലാതെ നാട്ടിൽ പോകാൻ പറ്റില്ല അത്രേ. നീ അവനോട് സംസാരിച്ചോ? അമ്മയോട് പറഞ്ഞപ്പോ കേട്ടതാ. അന്യരോട് കൊഞ്ചാൻ പോയാലുണ്ടല്ലോ, എന്റെ സ്വഭാവം മഹാ ചീത്തയാ, പറഞ്ഞേക്കാം. നാട്ടിൽ പോകാൻ പറ്റില്ലെങ്കിൽ അവനോട് ലോഡ്ജ് എടുത്ത് താമസിക്കാൻ പറ. നിനക്ക് അങ്ങോട്ട് പറഞ്ഞൂടെ? എനിക്ക് പണ്ടവന്റെ അച്ഛനും അമ്മയൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുള്ളതാ. എങ്ങനെയാ മുഖത്തോക്കി പറയാ? അമ്മേ, എഴുന്നേക്കടാ കൂട്ടുകാരാ, എഴുന്നേക്ക്. നീ കുളിച്ചാ? നമുക്ക് ഊണ് കഴിക്കണ്ടേ? ഇത് വേണം. വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് 3 മാസമായി. നല്ല വിശപ്പും. എന്തൊരു വാടകയാ ഇപ്പൊ വീടിനൊക്കെ. 250 രൂപയാ ഇതിന്. ഒരടുക്കളയും ഒരു കിടപ്പുമുറി. ഞങ്ങള് 3 ആളും ഒരു മുറിയിലാ ഇവിടെ കിടക്കുന്നത്. ബോംബെയുമായി തട്ടിച്ചു നോക്കുമ്പോ ഇത് സ്വർഗമാ. അവിടെ ഇത്രയും പോലും ഇല്ല, ഒരു കൊച്ചുമുറി. അവിടെ ഞങ്ങൾ 8 പേര് ഒന്നിച്ചാ കിടന്നിരുന്ന്. പ്രായമായ ഒരു പെൺകുട്ടിയാണല്ലോ ലതിക. അവൾക്കൊരു പ്രൈവസി കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. നിങ്ങൾ 8 പേര് ഒരുമിച്ചെന്ന് പറഞ്ഞാൽ ഒക്കെ ആണുങ്ങളായിരിക്കുമല്ലോ. ആണുങ്ങൾ മാത്രമൊന്നുമല്ല, ചെർപ്പളശ്ശേരിക്കാരനൊരു രാമമേനോൻ, അയാളുടെ ഭാര്യ, പിന്നെ ഒരു പെൺകുട്ടി, പിന്നെ തികച്ചും അന്യരായ ഞങ്ങൾ 5 ആണുങ്ങളും ഒന്നിച്ചാ കിടന്നിരുന്നത്. ആത്മാർത്ഥം ഉണ്ടെങ്കിൽ ആർക്കും എവിടെ വേണേലും കിടക്കാം. ഇത്രയും കാലം ബോംബെ കഴിഞ്ഞല്ലേ, നാട്ടിലൊക്കെ ഒന്ന് പോയിട്ട് ചേച്ചിയും കുട്ടികളെയൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നൂടെ? അതിന്റെ യാതൊരു ആവശ്യമില്ല. Oh,